റൊണാൾഡ് റീഡ് ഒരു സാധാരണ ഗ്യാസ് സ്റ്റേഷൻ ജീവനക്കാരനായിരുന്നു. 22 വർഷം അദ്ദേഹം അവിടെ ജോലി ചെയ്തു. വളരെ സാധാരണമായി ജീവിച്ചു. എന്നാൽ 2014 അദ്ദേഹം മരിച്ചപ്പോൾ ലോകം ഞെട്ടിപ്പോയി. കാരണം റൊണാൾഡിന്റെ സമ്പാദ്യം ഏകദേശം 50 കോടിയിലധികം രൂപയായിരുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചതാണോ? അല്ല. അദ്ദേഹം ചെയ്തത് ഒരേ ഒരു കാര്യമാണ്. കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം കൃത്യമായി മാറ്റിവെച്ചു. അത് നിക്ഷേപിച്ചു. ക്ഷമയോടെ പതിറ്റാണ്ടുകളോളം അത് തുടർന്നു. പണമുണ്ടാക്കാൻ നിങ്ങൾ വലിയ ബുദ്ധിമാൻ ആകണമെന്നില്ല. പണത്തോടുള്ള നിങ്ങളുടെ പെരുമാറ്റം ശരിയായാൽ മതി. എന്താണ് ഇതിലെ പ്രധാന പാഠം? 1. ഇമോഷൻ. നമ്മൾ പലപ്പോഴും പണം കൈകാര്യം ചെയ്യുന്നത് കണക്ക് കൂട്ടലുകൾ വെച്ചല്ല, മറിച്ച് നമ്മുടെ പേടിയും അത്യാഗ്രഹവും വെച്ചാണ്. ഈ വികാരങ്ങൾ നിയന്ത്രിക്കാൻ പഠിച്ചാൽ പണം തന്നെ വരും. 2. വെൽത്ത് ഈസ് ഹിഡൻ. റോഡിൽ പോകുന്ന വലിയ കാറോ വീടോ കണ്ടാൽ അത് സമ്പത്താണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ആ വ്യക്തിയുടെ ചെലവുകളിൽ മാത്രമാണ്. യഥാർത്ഥ സമ്പത്ത് എന്നാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും നിക്ഷേപങ്ങളിലും ആരും കാണാതെ കിടക്കുന്ന പണമാണ്. 3. ഷോ ഓഫ്. നമ്മൾ പലപ്പോഴും പണം ചെലവാക്കുന്നത് നമുക്ക് ഇഷ്ടമല്ലാത്തവരെ ഇംപ്രസ് ചെയ്യാനാണ്. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കാതിരുന്നാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നവും കുറയും. 4. സമയം വാങ്ങാൻ പണം ഉപയോഗിക്കുക. പണത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം അത് നിങ്ങൾക്ക് നൽകുന്ന സമയമാണ്. ഇഷ്ടമല്ലാത്ത ജോലി ഉപേക്ഷിക്കാനും കുടുംബത്തോടും സമയം ചെലവഴിക്കാനും പണം നിങ്ങളെ സഹായിക്കും. പണം എത്ര സമ്പാദിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം അത് എങ്ങനെ നിലനിർത്തുന്നു എന്നതാണ്. പണം നിങ്ങളെ നിയന്ത്രിക്കുന്നതിനു പകരം നിങ്ങൾ പണത്തെ നിയന്ത്രിക്കാൻ പഠിക്കുക. ജീവിതം അടിമുടി മാറും.